ഹായ് മക്കളെ, എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതൊക്കെ ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് നല്ല വലിപ്പമുള്ള ഉള്ളി അരിഞ്ഞിട്ട് അതൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഉള്ളിയാണ്. കണ്ടോ, ഒരു രണ്ട് മൂന്ന് ഉള്ളി ചെറുത് അരിഞ്ഞ സമണ്ട് ഉള്ളി അതെടുത്ത് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സൂതാണ് കേട്ടോ നമുക്ക് കറി വെക്കാൻ കിട്ടിയത്. സൂതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഞാൻ. ഇനി നമുക്ക് ഉള്ളി നല്ലോണം ഒന്ന് വാട്ടട്ടെ. ഇത് കുടംപുളി ഇട്ട് വെക്കാനുള്ളതാണ് കേട്ടോ. കേട്ടോ നല്ലോണം ഇത്ര വാടിയാൽ മതി കേട്ടോ. നല്ലോണം മൊരിഞ്ഞ് വാടേണ്ട ആവശ്യമില്ല. നേരത്തെ നമുക്ക് രസം ഇടേണ്ടത് വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണിത്. ഒന്ന് ഇതിൽ പച്ചമണം മാറട്ടെ. പച്ചമണം മാറട്ടെ കേട്ടോ. വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഒന്ന് ചൂട് ഞാൻ എപ്പോഴും വഴറ്റാതല്ല വെക്കൽ. കുടംപുളി ഇട്ടിട്ട് വെച്ച് കാട്ടിട്ടില്ല. പണ്ടൊക്കെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ കുറേ ആയി വെച്ചിട്ട്. അത് വെക്കുന്നവരൊക്കെ തന്നെയാണ്. അല്ലാത്ത കുട്ടികളൊക്കെ അറിയാത്തവരും കാണാത്തവരും ഉണ്ടെങ്കിൽ കണ്ടു പഠിച്ചോട്ടെ. കണ്ടവരൊക്കെ ഒന്ന് കണ്ടിട്ട് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഉള്ളൂ എൻ്റെ സപ്പോർട്ടിന്. നിങ്ങൾ സപ്പോർട്ടേ ഉള്ളൂ. മുന്നോട്ട് പോവുക. നമുക്ക് അതിലേക്ക് തക്കാളിയും ഇഞ്ചിയാണ് കേട്ടോ. ഇതിട്ട് കൊടുക്കുക. ഒന്ന് കിടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. കുറച്ച് ഉപ്പിട്ട് വഴറ്റണം, അപ്പോൾ വേഗമാകും കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിൽ കിടന്നിട്ടത് നല്ലോണം ഒന്ന് വേഗം വഴണ്ട് കിട്ടും. ഉപ്പിട്ടാൽ ഇതൊന്ന് നല്ലോണം വേവട്ടെ. നമ്മൾ തക്കാളിയൊക്കെ വെന്തിട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം വേവണം. വെന്ത് തുടങ്ങിയാൽ കൂട്ടാൻ നല്ല മുഴുപ്പും കൊഴുപ്പും ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമുക്കിതാ 1 സ്പൂണ് മല്ലിപ്പൊടി, 3 സ്പൂണ് മുളകും പൊടി, 1 നുള്ളി നല്ല ജീരകം, 1 നുള്ളി പെരുംജീരകം, ഇത്തിരി മഞ്ഞൾ, ഇതെല്ലാം കൂടെ ഇട്ടിട്ടത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി. എന്നിട്ട് അതിലേക്ക് നമുക്കിതാ കുടംപുളിയാണ് ഇട്ടത്. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുടംപുളി ഇട്ട കറി. തീ സ്ലോയിലാക്കി വെച്ച് ഞാൻ തീ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വെള്ളസൂതാണ് കേട്ടോ, കറുപ്പ് സൂതല്ല. അയക്കോറാണ് വിചാരിക്കും കണ്ടാൽ. വെള്ളമാകുമ്പോഴേ അപ്പോൾ ഇതിൽ കിടന്നിട്ടൊന്നിങ്ങനെ വേവട്ടെ കേട്ടോ. അതിന് നമ്മൾ കുടംപുളിയൊക്കെ കിടന്ന് നല്ലോണം വഴണ്ട് കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് കാണാം. പതിക്കാൻ വേണ്ടി പച്ചമുളക് ഇടാൻ മറന്നു പോയതാട്ടോ. പച്ചമുളകും കൂടെ അതിൽ കിടക്കട്ടെ. അതാ കറി നല്ലോണം തിളയ്ക്കുന്ന കേട്ടോ. നല്ലോണം തിളച്ചതായിട്ടുണ്ട്. മീനിലെ വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ കുറുങ്ങനായിട്ടുണ്ട്. എന്ന് വെച്ചാൽ വല്ലാണ്ട് വെള്ളം പോലെ വെക്കല്ല കേട്ടോ. അതിങ്ങനെ കുറുങ്ങനായിക്കൊണ്ടുള്ളതാണ്. നല്ല പറ്റിയ കായുള്ള കറിയാണ്. മീന് കോരിയിട്ട് കിട്ടണില്ല. മീനേ വാ മീനേ എന്താട്ടോ. സൂതാണ്, വെള്ളസൂതാണ്. അടിപൊളി കണ്ടോ. വാവ്, എന്താ മണം, അടിപൊളി മണം. അങ്ങനെ നമ്മൾ ലേശം ഇതിലേക്ക്
ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പിൻ്റെ ഇല. മല്ലിച്ചപ്പൊന്നും ഇടണില്ല കേട്ടോ. നല്ല മണം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ വെക്കുക, വെച്ചവരൊക്കെ എനിക്ക് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക. എല്ലാവരും മറക്കരുത്. എല്ലാവർക്കും, ലോകത്തിലെല്ലാവർക്കും സുഖം സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഇനി മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.